മിഡ് മോർണിംഗ് മാംഗോ വിത്ത് നീന. ഉണ്ട് ഞാനിവിടെയുണ്ട്, നമ്മുടെ കൂടെ ഉണ്ട് ഒരു റോൾ മോഡൽ. ഈ സമയത്ത് മൊത്തം മീഡിയയിൽ നമ്മൾ കണ്ടുണരുന്നത് തന്നെ ന്യൂ ജനറേഷന്റെ പ്രോബ്ലത്തെ പറ്റി, അവർ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസിനെ പറ്റി, അവരെങ്ങനെ നിലയ്ക്ക് നിർത്താം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ. എന്നാ എനിക്കുണ്ട് ചിലതൊക്കെ കേൾപ്പിക്കാൻ, കേട്ടോളൂ. ഹായ്, ഞാൻ ഡോക്ടർ അനസ്, കോഴിക്കോട് ഓക്സ്ഫോർഡ് സ്കൂളിന്റെ പ്രിൻസിപ്പളാണ്. ഈ ഒരു കാലഘട്ടത്തിൽ പല സ്കൂളുകളും മാതൃകയാക്കേണ്ട ഒരു മോഡലാണ് താങ്കളുടെ സ്കൂളിന്റെ മോഡൽ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഞങ്ങൾ ആക്ച്വലി വളരെ വ്യത്യസ്തമായിട്ട് ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ് കാര്യങ്ങൾ മുഴുവൻ പോകുന്നത്. കുട്ടികൾ വെറുതെ പഠിച്ചു പോകുന്നതിനപ്പുറം ആ പഠിക്കുന്നതിൽ എന്തൊക്കെ കോമ്പിറ്റൻസി എന്നുള്ളതും സ്കിൽ ഓറിയന്റഡ് ആക്കണം. അപ്പൊ ആ സ്കില്ലിന് അവരെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ചാപ്റ്റർ അല്ലെങ്കിൽ ഓരോ ക്ലാസ്സിലുള്ള സബ്ജക്ട് പഠിപ്പിക്കുമ്പോഴും എത്രത്തോളം സ്കിൽ അതിൽ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ് ഞങ്ങൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പഠനകാര്യത്തിൽ മാത്രമല്ല, ഇപ്പൊ ഒരു ജോലിക്കൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ കൂടി മെറിറ്റ് അല്ല, എത്രമാത്രം ഓൾറൗണ്ടേഴ്സ് ആണെന്നാണ് നോക്കുന്നത്. അതെ, സത്യം. ബോർഡ് എക്സാം ആണെങ്കിലും SSLC ആണെങ്കിലും ശരി, CBSE ആണെങ്കിലും ശരി, ഭയങ്കര റിസൾട്ടാണ് വരുന്നത്. പക്ഷെ അവരുടെ സ്കില്ല് എന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാൻ കഴിയുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂ പോലും അറ്റൻഡ് ചെയ്യാൻ പലപ്പോഴും പ്രാപ്തരല്ല കുട്ടികൾ എന്നുള്ളതാണ് സത്യം. സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പഠനം നടക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. പരീക്ഷയ്ക്ക് എന്താ വരുന്നത് തലേ ദിവസം കൊടുക്കുന്ന ആളുകളാണല്ലോ നമ്മുടെ നാട്ടിലുള്ളത്. ഒരു 10ാം ക്ലാസ് എത്തുന്ന കുട്ടി എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാം, അത് കഴിഞ്ഞ് നീറ്റ് അല്ലെങ്കിൽ എന്താ പറയാ കോച്ചിങ് സെന്ററിൽ എങ്ങനെ തള്ളിക്കയറാം എന്ന് മാത്രമാണ് നോക്കുന്നത്. മോശമായിട്ട് പറയല്ല, സ്കില്ലിനെ നമ്മൾ കോമ്പിറ്റൻസിയെ നോക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. താങ്കളുടെ ഓക്സ്ഫോർഡ് സ്കൂൾ ഫോളോ ചെയ്യുന്ന CBSE സിലബസ് അല്ലേ? അതെ. ഇപ്പൊ CBSE തന്നെ ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള കുറെ ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. സ്കിൽ എഡ്യൂക്കേഷൻ കൊടുക്കണമെന്ന് തന്നെ CBSE കർശനമായിട്ട് പറയുന്നുണ്ട് ഓരോ ക്ലാസ്സിലും. അതിനുള്ള മൊഡ്യൂൾ വരെ CBSE പറയുന്നുണ്ട്. ഞങ്ങളുടെ സ്കൂളിൽ ആക്ച്വലി കുട്ടികൾ ആഴ്ചയിൽ ഒരു ദിവസം ഡിവൈസ് കൊണ്ടുവരുന്നുണ്ട്. മൊബൈൽ സമ്മതിക്കില്ല, പക്ഷെ ടാബോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ അവർ കൊണ്ടുവരും. നമ്മൾ പീരീഡ് കൊടുത്തിട്ടുണ്ട്. അത് കൊണ്ടുവന്നിട്ട് അവർ റിസർച്ച് ചെയ്യണം ഇവിടെ ഇരുന്നിട്ട്. ടീച്ചേഴ്സ് അവരെ ഹെൽപ്പ് ചെയ്യും. അതായത് ഒരു സോഷ്യൽ ഈവിളായിട്ട് കാണുന്ന ഒരു ഗാഡ്ജറ്റിന്റെ റൈറ്റ് യൂസേജ് കുട്ടികളെ ചെറുപ്പത്തിലേ പഠിപ്പിക്കുകയാണ്. സത്യം. കാരണം കോവിഡിന് ശേഷം കുട്ടികൾ അതിൽ തന്നെയാണല്ലോ. നമ്മൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അത് നമുക്ക് തടയാൻ കഴിയില്ല. അതിന് പകരം അവരെ എങ്ങനെ ഗൈഡ് ചെയ്യും എന്നുള്ളതാണ് ഞങ്ങൾ നോക്കുന്നത്. ശരിക്കും ഞാനത് ചോദിക്കാൻ വരായിരുന്നു, ഈ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞ വിപത്തിന് എങ്ങനെയാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളത്. യെസ്, അത് നമ്മളിപ്പം പാരന്റ്സിനോട് പറഞ്ഞപ്പോൾ ആദ്യം ആശങ്ക ഉണ്ടായിരുന്നു, എങ്ങനെ ഈ ഗാഡ്ജറ്റ്സ് സ്കൂളിലേക്ക് കൊടുത്തുവിടും. ഞാൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ സ്ഥിരമായിട്ട് കുട്ടികൾ, അതിനെ തടയാൻ നമുക്ക് കഴിയില്ലെങ്കിൽ എന്നാ പിന്നെ നിങ്ങൾ അത് സ്കൂളിലേക്ക് കൊടുത്തു വിട്ടോളൂ, ഇവിടെ ഞങ്ങൾ ഗൈഡ് ചെയ്തോളാന്ന് പറഞ്ഞു. കാരണം മിസ്യൂസ് ആണ് കാര്യമായിട്ട് നടക്കുന്നത്. എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളതാണല്ലോ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പൊ കൊട കയ്യിൽ കൊടുത്തിട്ട് മോനെ ഇത് നനയും ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിന് പകരം അതെങ്ങനെ ഉപയോഗിക്കാം എന്നാണല്ലോ പറയേണ്ടത്. മാത്രമല്ല, ഈ ഗാഡ്ജറ്റ്സ് കാരണം വായന മരിക്കുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ അതിനൊന്ന് റീഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. സത്യമായിട്ടും നമ്മുടെ ലൈബ്രറിയിൽ ഞങ്ങൾക്ക് 20ഓളം കമ്പ്യൂട്ടർ സിസ്റ്റം വെച്ചിട്ടുണ്ട്. അവര് രാവിലെ വന്നിട്ട് അത് വായിക്കുന്നുണ്ട് PDF ആയിട്ടും